പൊതുവെ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് 6 പഞ്ചായത്തുകളിൽ കൊടുമ്പ് പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തിലും ഈ വന്യമൃഗ ശല്യം രൂക്ഷമായിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസം മുമ്പാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആന സ്കൂളുകൾ കയറി ആക്രമിച്ച് അതുപോലെ തന്നെ വീട് ആക്രമിച്ച് പോയിരുന്നത്. പൊതുവെ കേന്ദ്ര സർക്കാരിന്റെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഒരു പ്രശ്നം കാരണം സ്വാഭാവികമായും തന്നെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ കർഷകരും ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആന കണ്ണ് കാണാത്ത ഒരു ആനയാണ്. അപ്പൊ അതുകൊണ്ട് ആ ആനയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കോങ്ങാട് കവ റൂട്ടിലുള്ള ചെറപ്പാടം സ്ഥലത്ത് വെച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റർ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഡോക്ടർ ഉൾപ്പെടെ സംഘം എത്തും. പൂർണ്ണമായും ആനയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു അറിവ്. ഇപ്പൊ നിലവിലിപ്പോൾ ഈ ഒരു PT5 എന്നുള്ള ആന എത്ര കാലം കൊണ്ട് തന്നെ ഇപ്പൊ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നു? അതിന് ഇപ്പൊ 2 കണ്ണിനും കാഴ്ചയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലൊക്കെ ആക്കിയിരുന്നു ആളുകളെ? അത് എന്തായാലും ഒരു കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത്രത്തോളം ഒരു ഭയത്തിലാകും ജനങ്ങൾ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ PT5 ആളെങ്ങനെയായിരുന്നു? എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തിയിട്ടുണ്ടോ? മുൻകാലത്ത് കൃഷിനാശത്തിന് പ്രധാനപ്പെട്ട കാര്യം കർഷകർക്കാണ് ഏറ്റവും അധികം പ്രശ്നം നൽകിയത്. കൃഷിനാശം ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലേക്കുള്ള കൃഷിനാശം ഉൾപ്പെടെ കാര്യങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ണ് കാണുന്നില്ല എന്ന 2 കണ്ണും കാണുന്നില്ല അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിനു മുൻപ് മറ്റ് കാട്ടാനകളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സമയമാണോ? ഈ വനം വകുപ്പിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ആ പ്രദേശത്ത്? വനം വകുപ്പിന്റെ ഇടപെടൽ കൃത്യമായി തന്നെ RRT സംഘവും അതുപോലെ തന്നെ സർക്കാരും കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഈ വരുന്ന ആനകളെ തുരത്തി ഓടിക്കുവാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസം നമ്മള് തമിഴ്നാട്ടിൽ വന്ന ഒരു ആനയെ നമ്മൾ പഞ്ചായത്തും വനം വകുപ്പും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ നമ്മൾ അതിനെ കാട് കയറ്റി വിട്ടത്. അപ്പൊ വനം വകുപ്പ് കൃത്യമായി തന്നെ അവരുടെ ആ നിയമ സാധ്യതയ്ക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ RRT മുഖാന്തരം ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെ ഈ മേഖലയിൽ നമ്മളെ എത്തി കർഷകരെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ദൗത്യത്തിനെ പറ്റി താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ അറിയുന്നത്? ഇപ്പൊ അവിടെ ദൗത്യം തുടങ്ങിയിട്ടുണ്ടോ? ഇന്നത്തെ ദൗത്യത്തിന് തുടങ്ങിയത് ഞാനിപ്പോ അറിയാൻ കഴിഞ്ഞത് അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ മലമ്പുഴ റൂട്ടിലെ ചെറപ്പാറ സ്ഥലത്ത് ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. അതിനുശേഷം ദൗത്യം ആരംഭിക്കുന്നതാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.